അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ല, അൽഹംദുലില്ലാ, നമുക്ക് റാഹത്തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബറാഅത്തിന് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നതിന് പേരക്കായ്, ബാക്ക, മുന്തിരിങ്ങ, സ്ട്രോബെറി, പിന്നെ കുറച്ച് പച്ചക്കറികൾ, മല്ലിയില, ഇഞ്ചി, പിന്നെ ഹൽസണ്ട, ഉള്ളി, തമ്പട്ട, പച്ചമുളക്, പിന്നെ വേറെ കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നിന്. അങ്ങനെ ഇതിൻ്റെ തമ്പട്ട ഓരോന്നെടുത്തിട്ട് ഇതിനെ ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് അതിലുള്ള മേളിലുള്ള ആ പൊടിയും കാര്യമെല്ലാം തോർത്തിട്ട് അതിൻ്റെ ബാസ്ക്കറ്റിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ ചൊട്ടെല്ലാം എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി ഇങ്ങനെ നമുക്ക് കുറച്ച് നാക്കാലോ കേട് വരാണ്ട് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഇന്ന് ഹൽസണ്ടൻ്റെ കറിയാക്കാം. അങ്ങനെ ഹൽസണ്ട മുറിച്ചിട്ട് വെച്ചിട്ട് പിന്നെ ഉള്ളി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട്, പിന്നെ തക്കാളി, തമ്പട്ട അതും മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട്, പിന്നെ 2-3 പച്ചമുളക് എടുത്ത് കതിയിട്ട് അതിനെ അങ്ങനെ കീറിയിട്ടിട്ട് എന്നിട്ട് പിന്നെ ഒരു പിടി വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഗ്യാസിലും വെച്ച് അതിലേക്ക് പിന്നെ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഉപ്പും ഇട്ടിട്ട് ബേക്കണ്ടേ. പിന്നെ ഇവിടെ നമ്മൾ കുത്തിയ ഗോതമ്പ് ഇതാക്കണ്ടേ. അങ്ങനെ പിന്നെ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതും ബേക്കാൻ വെച്ച് അതിൻ്റെ ഇടയിൽ അടുത്ത നമ്മൾ അൽസണ്ട അതിന് അങ്ങനെ അത് തളിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ അതാണ് നോക്കുക. അങ്ങനെ പിന്നെ ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് വെന്തിട്ടും കിട്ടി. അങ്ങനെ പിന്നെ അതിലേക്ക് ബെല്ലവും ശർക്കര എല്ലാം ഇട്ട് തേങ്ങാപ്പാലെല്ലാം ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെല്ലാം. പിന്നെ ഇന്ന് നമ്മളെ പണ്ട് ഉണ്ടാക്കുന്ന കറിയാണ് ഉണ്ടാക്കുന്നത്, നാടൻ മണ്ണിൻ്റെ ഇട്ടിലുള്ള കോഴിക്കറി. അതിലേക്ക് മുളകും വറുക്കാനിട്ടിന്, പിന്നെ അതിലേക്ക് വെള്ളുള്ളി ഇട്ടി, പിന്നെ മണ്ണിൻ്റെ അട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വെള്ളുള്ളി, ഇഞ്ചി, സവാള, തക്കാളി എല്ലാം ഉണ്ട്. അങ്ങനെ ഇഞ്ചി ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരട്ട് പണ്ട് ആക്കുന്ന പോലത്തെ നല്ല മണ്ണിൻ്റെ അട്ടിലുള്ള നാടൻ മുളക് കറി. അങ്ങനെ പിന്നെ ഉള്ളിയും ഇട്ട് പിന്നെ കുറച്ച് പച്ചമുളകും കറിച്ചപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് നന്നായിട്ട്. ആദ്യം കുറച്ച് തന്നെ ഇട്ടിന് കറിച്ചപ്പം, പിന്നെ ലാസ്റ്റ് ആക്കുമ്പോഴാണല്ലേ. അങ്ങനെ പിന്നെ അതിനെ മൂടിയിട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ കുറച്ച് പാത്രം ഉണ്ടായി കതാൻ. അങ്ങനെ ആ പാത്രവും കതിയിട്ടെല്ലാം ആയിട്ട് നമ്മതാ അതൊന്ന് ജസ്റ്റ് ഇതായിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ബേക്കൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ഒന്ന് മൂടി കൊടുക്കുക. അങ്ങനെ പിന്നെ അതിങ്ങനെ മൂടിയിട്ട് അതൊന്ന് വെന്ത് വന്നിട്ടായിട്ട് നമുക്ക് ബേക്കും ഇതാക്കാമല്ലേ. അങ്ങനെ പിന്നെ അത് നന്നായിട്ടൊന്ന് ആ ഉള്ളിയെല്ലാം നല്ല വെന്തിട്ട് വന്നിനി. അങ്ങനെ ആകുമ്പോഴേക്ക് നമ്മളെ കറിച്ചപ്പു ഇട്ടിട്ട് വീണ്ടും പിന്നെ കുറച്ച് പച്ച മസാലയെല്ലാം ഇട്ടിട്ട് ഒന്നും ബൈക്കും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെള്ളുന്നു. പിന്നെ തമ്പട്ട ഇട്ടിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ അതിനെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനത്തെ വീണ്ടും അടപ്പ് മൂടി വെച്ചു. പിന്നൊന്ന്, ഈ കറി നിങ്ങൾ എല്ലാവരും പേരെയും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ നോർമൽ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുന്ന ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അങ്ങനെ അടുപ്പും തുറന്നിട്ടൊന്ന് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മരിച്ച മുളകില്ലേ, ആ മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു പച്ചമണം പോകണം. നമുക്ക് പച്ചമണം പോകുന്നത് വരേക്കും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ഒരു കുത്തലെല്ലാം ഇരിക്കും. അപ്പം അത് നന്നായിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ അത് കഴിയുമ്പോഴേക്ക് അതിൻ്റെ മുളകിൻ്റെ തണ്ണിയുണ്ട്, ആ മുളകിൻ്റെ തണ്ണി കൂടി ഇടാം. പിന്നെ അത് തളിച്ചിട്ട് വരുമ്പോഴേക്ക് നമുക്കില്ലേ കോയും ഇട്ടിട്ട് അതിലേക്ക് നല്ല മല്ലിച്ചപ്പൂവും പിന്നെ കറിച്ചപ്പൂവും ഇടാം. പിന്നെ അതിൽക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് അടുപ്പ് മുതൽ ബന്ധാക്കിയിട്ട് വെക്കുക. പിന്നെ അങ്ങനെ തളിച്ചോളും. പിന്നെ ഇവിടെ കോഴി ഫ്രൈക്കുള്ള കബാബ് പൊടി, നമ്മളെ പച്ച മസാല, പിന്നെ അരിപ്പൊടി, മുളക് പൊടി, വിനാഗിരി എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കുന്ന. അതിൻ്റെ ഇടയിൽ ജ്യൂസും ആക്കിന് അതിന്.
പിന്നെ നമ്മളെ നെയ്ച്ചോറ്റിലൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ്റിലൊക്കെയുള്ള അരിയെല്ലാം വെന്തിട്ടെല്ലാം ഇതാവണ്ടേ. അങ്ങനെ തളിച്ചിട്ട് വരുമ്പോൾ കറിയും ഇട്ട് പിന്നെ നെയ്യും ഒഴിച്ചിട്ട് നമ്മളങ്ങനെ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ ബൾമ്പിയിട്ട് നല്ല നെയ്ച്ചോറും അൽസണ്ട കറിയും കോഴി കാച്ചിയ ഉമ്മും എല്ലാം ആക്കിന്. അങ്ങനെ പിന്നെ ഇതിനെ അങ്ങോട്ട് നമ്മൾ ബേക്കാനും കീന് നല്ല പാങ്ങുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ എന്തായാലും ഇത് പേരിൽ ട്രൈ ആക്കണം തന്നെ. നമ്മളെ നാടൻ മണ്ണിൻ്റെ അട്ടിയിലുള്ള നമ്മളെ കോയിൻ്റെ കറി നിങ്ങൾ എന്തായാലും ട്രൈ ആക്കണം തന്നെ. മസ്റ്റ് ട്രൈ ആണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റോടെ തന്നെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.